Good evening to all. Myself Shijaj, Program Manager, ASAP Palakkad. Welcome to the ASAP District Webinar Series 12 organized by ASAP Team Palakkad, CSP Chattanur and CSP Lakkadi. Today we have a very interesting webinar session which everyone will wish to hear. It is How Can You Be a Permanent Resident of Australia? The session will be handled by Sri Priju KP, Immigration Consultant, Guilds Academy and Consultancy, Calicut. He has been doing migration services and IELTS training at Calicut for 15 years. On behalf of ASAP, sir, I welcome you to the session. Participants, you can ask your questions by pressing the raise hand option, or you can raise the questions in the Q&A box. All your queries will be addressed at the end of the session. Expecting your wholehearted cooperation throughout the session. Thank you all. നമസ്കാരം. ഈ സെഷനിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് How can you be a permanent resident in the developed countries of the, especially in Australia? നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേഷൻ ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യമായിട്ട് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ, PR എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കൂടുതൽ പേരുടെയും മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മലയാളിയാണെങ്കിൽ എസ്പെഷ്യലി ദേ തിങ്ക് ദാറ്റ് വർക്ക് പെർമിറ്റ് ആണ് അവർക്ക് പരിചയം. നിങ്ങളിൽ തന്നെ കുറെ പേർക്ക് PR ഉള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ, ഇതിനെക്കുറിച്ച് നല്ലോണം അറിയാവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതൽ പേരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ പാടില്ലാത്തവരായിരിക്കും. സോ PR ഹോൾഡർ എന്ന് വെച്ചാൽ പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ്. ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് PR കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കാനുള്ള ഒരു പെർമിഷനാണ്. അത് ഇൻഡെഫിനിറ്റ്. പാസ്പോർട്ടിൽ അവർ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ദ പാസ്പോർട്ട് ഹോൾഡർ ഈസ് പെർമിറ്റഡ് ടു റിമെയിൻ ഇൻ ഓസ്ട്രേലിയ ഇൻഡെഫിനിറ്റ്ലി. സാധാരണ രീതിയിൽ നമ്മളൊരു ഇമിഗ്രേഷൻ, ഒരു വിസ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കൂടുതൽ ആൾക്കാർ ഈ ഗൾഫിലേക്ക് ഒരു വിസയ്ക്ക് പോവുക, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വർക്ക് പെർമിറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സേ വാട്ട് ഈസ് ദിസ് PR, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് പെർമിറ്റ് ആൻഡ് PR. സോ നിങ്ങൾ ഗൾഫിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, ആ കമ്പനിയാണ് നിങ്ങളെ ജോലിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. സോ ഹു ഈസ് യുവർ സ്പോൺസർ? യുവർ സ്പോൺസർ ഈസ് ദാറ്റ് കമ്പനി. ആ കമ്പനി നിങ്ങളുമായിട്ടൊരു കോൺട്രാക്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി നിങ്ങളെ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്കോ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി നിങ്ങൾ ആ കമ്പനിക്ക് വേണ്ടി സെർവ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് പോകും. സോ യുവർ സ്പോൺസർ ഈസ് ദാറ്റ് കമ്പനി ഇറ്റ്സെൽഫ്. അവിടുത്തെ ഗവൺമെന്റ് അല്ല നിങ്ങളുടെ സ്പോൺസർ, ആ കമ്പനിയാണ് നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വർക്ക് പെർമിറ്റ്. ഓക്കെ, നിങ്ങൾ അവിടെ ചെന്നു, നിങ്ങൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യും, ആ കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സാലറി ആ കമ്പനിയാണ് തരുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശമ്പളം, സാലറി മറ്റൊരു കമ്പനി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് മാറി മറ്റൊരു കമ്പനിയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താ? നിങ്ങളുടെ സ്പോൺസർ ആ കമ്പനിയാണ്. നിങ്ങൾ അവരുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ അവിടെ ഇത്ര ശമ്പളത്തിൽ ജോലി ചെയ്യാമെന്ന് നിങ്ങൾ ഓൾറെഡി എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് വിട്ട് മറ്റൊരു കമ്പനിയിലേക്ക്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വർക്ക് പെർമിറ്റ്. PR is entirely different from this work permit. ഓസ്ട്രേലിയ, കാനഡ അങ്ങനെ PR കൊടുക്കുന്ന രാജ്യം. നിങ്ങൾക്ക് കൂടുതൽ പേരുടെയും ഒരു ചിന്താഗതി, കൂടുതൽ പേരും എന്നോട് സംശയം ചോദിക്കുന്നത്, PR കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓസ്ട്രേലിയയിൽ പോകട്ടെ, അവിടെ പോയാൽ കാനഡയിൽ പോകട്ടെ, അവിടെ പോയിട്ട് കുറച്ച് നാള് പഠിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്താലല്ലേ അവിടെ നിന്നല്ലേ PR കിട്ടും. ആക്ച്വലി you can get PR by sitting in your country, not from Australia. Suppose you are living in India, you are working in India, by sitting in India itself, you can get PR.
ഈ പി ആർ എന്ന് പറയുന്നത് സത്യത്തില് ഇതിന്റെ വേറൊരു പേരാണ് ഗ്രീൻ കാർഡ് ഹോൾഡർ. അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് വർക്ക് പെർമിറ്റ് ഞാൻ പറഞ്ഞു. നമുക്ക് പി ആർ ഇഷ്യൂ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ പി ആർ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ല ഏത് കൺട്രി ആണെങ്കിലും പി ആർ ഇഷ്യൂ ചെയ്യുന്നത് ഒരിക്കലും ആരല്ല, ഒരു കമ്പനിയല്ല, ഇതൊരു ജോലിയുമല്ല. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ്, അവിടുത്തെ മിനിസ്ട്രി, ഗവൺമെന്റ് നിങ്ങൾക്ക് മരണം വരെ അവിടെ താമസിക്കാനുള്ള ഒരു പെർമിഷൻ തരും, റെസിഡൻസ് പെർമിറ്റ്. സോ അതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല, പക്ഷെ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പി ആർ ഉള്ളവർക്കാണ് അവിടെ കൂടുതലും ജോലി സാധ്യത. പി ആർ ഉള്ളവരെയാണ് കൂടുതലും ജോലിക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പി ആർ ഉള്ള ആൾക്കാർക്ക് അവരുടെ പി ആർ ഉള്ളവർക്ക് അവരുടെ ബെനിഫിറ്റ്സ്, പ്രിവിലേജസ് ഒക്കെ കൂടുതലും ഗവൺമെന്റും കമ്പനിക്ക് അത് ഭയങ്കര ലാഭം. അവർക്ക് പി ആർ ഉള്ളവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജോലിക്ക് വേണ്ടി പി ആർ ഉള്ളവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലാഭകരമായിട്ട് പി ആർ ഉള്ളവർക്കാണ് അവിടെ കൂടുതൽ ജോലി സാധ്യത ഉള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പി ആർ ഹോൾഡർ ആയിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു രാജ്യത്ത് പി ആർ ഹോൾഡർ ആയിക്കഴിഞ്ഞു, ഓസ്ട്രേലിയയിൽ പി ആർ, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മറ്റൊരു സ്ഥാപനം അവിടെ ഒരു മിനിമം സാലറി ഉണ്ടാവും. ഇപ്പൊ പി ആർ ഹോൾഡറിന് ഒരു മിനിമം സാലറി ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓൾമോസ്റ്റ് 2 lakhs rupees ഉണ്ടാവും. അപ്പൊ ആ സാലറി നേക്കാൾ കൂടുതൽ സാലറി വേറൊരു സ്ഥാപനം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറും. ബിക്കോസ് ദാറ്റ്സ് കമ്പനി ഈസ് നോട്ട് യുവർ സ്പോൺസർ. അവരുടെ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾക്ക് എപ്പോഴും മാറാൻ കഴിയുന്ന രീതിയിലാണ് എഗ്രിമെന്റ്, നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിലേക്ക് മാറാം. അതാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒത്തിരി ഫ്രീഡമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ ഏത് കമ്പനി വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ട്രാവലാണ്. പലർക്കും ഒരു ധാരണ എന്ന് വെച്ചാൽ പി ആർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ സ്ഥിരമായി താമസിക്കും, നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നൊരു ധാരണ. അതല്ല, മൾട്ടിപ്പിൾ ട്രാവലാണ്. നിങ്ങൾക്കിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 1 year അവിടെ ജോലി ചെയ്തു, നിങ്ങൾക്ക് കമ്പനി തരുന്ന ലീവ് ചിലപ്പോൾ 1 month ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ വീട്ടില് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് ഒരു 2-3 മാസം നിൽക്കും, പക്ഷെ കമ്പനി നിങ്ങൾക്ക് ലീവ് തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആ ജോലി രാജിവെച്ചിട്ട് ഇങ്ങോട്ട് പോരാ. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ട്രാവലാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയിട്ട് വേറെ ജോലി. ഇപ്പൊ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ, വർക്ക് വിസയിലാണെങ്കിൽ അത് കഴിയണമെന്നില്ല. സോ സാധാരണ രീതിയിൽ ഇപ്പോൾ ഓസ്ട്രേലിയ, USA, കാനഡ, ജർമ്മനി, UK ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്നവരും അവിടെ പഠിക്കാൻ പോകുന്ന ആൾക്കാർ ആഫ്റ്റർ ദ സ്റ്റഡി പീരിയഡ് they have got stay back there or when they work there. Most of these people they try to get PR in that country. അവിടെ എങ്ങനെയെങ്കിലും അവർ PR-ലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം നമുക്ക് ഈ PR കിട്ടിയാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ. നിങ്ങളിപ്പോ അവിടെ പഠിക്കാൻ സ്റ്റുഡന്റ് വിസയ്ക്ക് പോയിട്ട് സ്റ്റുഡന്റ് ആയിട്ട് 2 വർഷം പഠിച്ച് അല്ലെങ്കിൽ 1 വർഷം പഠിച്ച് അവരുടെ ഒരു ബ്രിഡ്ജ് വിസ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേ ബാക്ക് ഉണ്ട്. ആ സ്റ്റേ ബാക്ക് കഴിഞ്ഞ് ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ PR-ലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് അതുകൊണ്ട് കിട്ടും. So because of these benefits only, almost all the people try to get PR in that country. ആ PR ആണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മേടിക്കാൻ കഴിയും. സാധാരണ രീതിയിൽ കാനഡ, ഓസ്ട്രേലിയ, US-ലൊക്കെ ഉള്ള ആൾക്കാർ തമ്മിൽ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് PR കിട്ടിയോ. പിന്നെ PR കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ PR കിട്ടിക്കഴിഞ്ഞാൽ ആ PR കിട്ടി ഇതുകൊണ്ടുള്ള ആ ബെനിഫിറ്റ് ഓർത്തു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് മൊത്തം ബെനിഫിറ്റുകൾ എല്ലാ രീതിയിലുള്ള ഗവൺമെന്റ് നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരും PR-ന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എത്രമാത്രം ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി മാട്രിമോണിയൽ കോളം നോക്കിയാൽ സൺഡേയിൽ വാണ്ടഡ് ബ്രൈഡ്സ് ആൻഡ് ബ്രൈഡ് ഗ്രൂം പരസ്യം കാണും. അതിൽ ഈ വാണ്ടഡ് ബ്രൈഡ്സ് ബ്രാക്കറ്റിൽ പേരും ക്വാളിഫിക്കേഷനൊക്കെ എഴുതിയിട്ട് green card holder of USA, green card holder of Canada, green card holder of Australia എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 50 lakhs ഡവറി എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചേർക്കുക.
ഗ്രീൻ കാർഡ് ഹോൾഡർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ പോലെയാണ്. അപ്പോ സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് വി ഹാവ് ഗോട്ട് വെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദ PR? സോ ഇവിടുന്ന് അപ്ലൈ ചെയ്താലും അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. PR ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ ഡിവൈഡ് ഇൻടു ടു, രണ്ട് തരത്തിലുള്ള ഇമിഗ്രേഷൻ. One is called onshore migration. Another one is called offshore migration. ഓൺഷോറും ഓഫ്ഷോറും ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഇത്. ഓൺഷോർ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓൺഷോർ ആണ്, മീൻസ് യു സ്റ്റേ ദെയർ, നിങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നതിന് ഓൺഷോർ. ഓഫ്ഷോർ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആ പേര് ഉണ്ട്, ഓഫ് ഷോറാണ്. നിങ്ങൾ ആ രാജ്യത്ത് താമസിക്കാതെ നിങ്ങൾ വേറൊരു രാജ്യത്ത് താമസിച്ചു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്തിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തെ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ഓഫ് ഷോർ മൈഗ്രേഷൻ. നമുക്കിവിടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഓഫ് ഷോർ. പക്ഷെ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിട്ട് അവിടെ പോയിട്ട് അവിടെ പഠിച്ച് അവിടെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഓൺ ഷോർ. സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കി അറിയാൻ പറ്റും എന്തുകൊണ്ട് ഓൺഷോർ ഏതാണ് എളുപ്പം എന്നുള്ളത്. കാര്യം ഓൺഷോർ ആയിരിക്കും എളുപ്പം. കാര്യം അവിടെ 1-2 വർഷം ജോലി ചെയ്ത് അവിടെ പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് എളുപ്പം. ഈ ഓൺഷോർ മൈഗ്രേഷൻ ആണ് കൂടുതൽ കൺട്രീസും ചെയ്യുന്നത്. ഇപ്പൊ UK ഫോർ എക്സാമ്പിൾ അവർ ഓൺഷോർ മാത്രമേ ചെയ്തു, ഓഫ്ഷോർ ഇല്ല. മീൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്ന് അതും അവിടുത്തെ PR അപ്ലൈ ചെയ്യണമെങ്കിൽ UK ഇപ്പോഴത്തേതനുസരിച്ച് മിനിമം 80 years അവിടെ വർക്ക് ചെയ്താലേ PR. USA ഓൺഷോറും ഉണ്ട് ഓഫ്ഷോർ ഉണ്ടെങ്കിൽ പോലും ഓഫ്ഷോർ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റിലേറ്റീവ്സിന് മാത്രമായിട്ട്. അപ്പൊ ഈ ഓഫ്ഷോർ മൈഗ്രേഷൻ ഇൻ ദ വേൾഡ് ഇറ്റ് സെൽഫ് only 4 or 5 countries are doing offshore. അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഡെൻമാർക്ക് ഉണ്ട്, പക്ഷെ അവിടെ ഡാനിഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവും. ഇക്വഡോർ ഉണ്ട്, അവിടെ സ്പാനിഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവും. നമുക്കിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മൈഗ്രേഷൻ ചെയ്യാൻ കഴിയുന്നതാണ് ഓസ്ട്രേലിയ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓഫ്ഷോർ മൈഗ്രേഷൻ. ഏത് മൈഗ്രേഷൻ ആയാലും നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് ഇൻ ദാറ്റ് കൺട്രി. അത് പറയുകയാണെങ്കിൽ കാര്യമായിട്ട് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് മൊത്തം മെഡിക്കൽ ഫ്രീ ആയിരിക്കും PR ഹോൾഡർ. ഐ മീൻ ഒരാൾക്കായിട്ടല്ല അവര് PR കൊടുക്കും. നിങ്ങളിപ്പോൾ ഇവിടുന്ന് PR അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമായിട്ടല്ല തരുന്നത്, നിങ്ങളുടെ ഫാമിലിക്ക് മൊത്തമാണ്. ഫാമിലി ഐ മീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാർട്ട്ണർ 2 പേര്, പിന്നെ കുട്ടികൾ. ഈ ഫാമിലിക്ക് മൊത്തമാണ് PR. മെയിൻ ആപ്ലിക്കന്റ് ഇപ്പോൾ ഒരു ആളാണെങ്കിൽ സ്പൗസും പിന്നെ അവരുടെ കുട്ടികൾ. പാരന്റ്സിന് ഇവിടുന്ന് പോകുമ്പോൾ കിട്ടില്ല. പാരന്റ്സിന് PR കിട്ടുമെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം 3 monthsന് ശേഷം അല്ലെങ്കിൽ 4 monthsന് ശേഷം അവിടെ സെറ്റിൽ ആയതിനു ശേഷം അപ്ലൈ ചെയ്താലേ പാരന്റ്സിന്. പക്ഷെ ഇവിടുന്ന് പോകുന്നത് ഫാമിലി മൊത്തം. സോ മെഡിക്കൽ ഫ്രീ ആണ് ഓസ്ട്രേലിയ കൊടുക്കുന്നത്. മെഡിക്കൽ ഫ്രീ ആണ്. അവിടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നല്ലൊരു എക്സ്പെൻസ് തന്നെ. PR ഹോൾഡർ ആണെങ്കിൽ മെഡിക്കൽ ഫ്രീ ആയിട്ട്. എൻ്റെ സ്ഥാപനത്തിൽ തന്നെ കഴിഞ്ഞ പഠിപ്പിച്ചിരുന്ന ഒരു സാർ ഉണ്ടായിരുന്നു, ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. പുള്ളി അൺഫോർച്ചുനേറ്റ്ലി പുള്ളി PR എടുത്ത് പോയത് 10 വർഷം മുമ്പാണ്. പോയി അവിടെ ചെന്നപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ക്യാൻസറാണ് ഐഡന്റിഫൈ ചെയ്ത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. എന്തോ പറയാനാ സാറേ, ഞാൻ ഇന്ത്യയിലായിരുന്നെങ്കിൽ പട്ടേ തട്ടി പോയേനെ. കാരണം എനിക്കിപ്പോ ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എൻ്റെ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5-8 വർഷമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുക. ഒത്തിരി കീമോ ചെയ്തു. നല്ലൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നു. ജോലി ഇല്ലെങ്കിലും എനിക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആയിട്ട് ക്യാഷ് തരുന്നു. അത് കേരളത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഏതായാലും ഇത്രയും പൈസ ഒന്നും മുടക്കാനുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പണ്ടേ അപ്പോൾ നമ്മുടെ മെഡിക്കൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒരു നല്ലൊരു ബെനിഫിറ്റ് തന്നെ. ബട്ട് യു മസ്റ്റ് ഹാവ് PR ഉണ്ടായിരുന്നു.
പിന്നെ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കുട്ടികളുടെ ചിൽഡ്രൻസ്, ദ എഡ്യൂക്കേഷൻ ഓഫ് യുവർ ചിൽഡ്രൻ ടു ബി ഫ്രീ എഡ്യൂക്കേഷൻ ടിൽ പ്ലസ് ടു വരെയോ. പക്ഷെ അത് ഗവൺമെന്റ് സ്കൂളിലെ എഡ്യൂക്കേഷൻ മാത്രമായിരിക്കും. പ്രൈവറ്റ് സ്കൂളിലാണ് നിങ്ങൾ കുട്ടികളെ വിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ക്യാഷ് അടയ്ക്കേണ്ടി വരും. ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷന് അവർ കുറേ ബെനിഫിറ്റ്സ് തരും. നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പും മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യും. സോ മെഡിക്കൽ ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പിന്നെ ഉള്ളത് ഏറ്റവും ചൈൽഡ് ബെനിഫിറ്റ്സ് ആണ്. ചൈൽഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ വളർത്താൻ വേണ്ടി, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരൊരു എമൗണ്ട് തരും. അത് ഇയർലി കിട്ടുന്ന ഒരു ബെനിഫിറ്റും ഒരു മന്ത്ലി കിട്ടുന്ന ഒരു ബെനിഫിറ്റും ചൈൽഡ് ബെനിഫിറ്റ്സ്. ശരിക്ക് ഇവിടുന്ന് ഒരു 10-15 വർഷമായിട്ട് ഓസ്ട്രേലിയ ഇവിടുന്ന് പോയ ആൾക്കാരിൽ ഒരു ഭൂരിഭാഗം മീൻസ് ഓൾമോസ്റ്റ് ഒരു 70-80% അവരുടെ ഒരു ഫ്ലാറ്റിന്റെ റെന്റും ഓൾമോസ്റ്റ് ചെലവും കടന്നു പോകുന്നത് ഏകദേശം ഈ ചൈൽഡ് ബെനിഫിറ്റ്സ്. പിന്നെ ശമ്പളം വീതിയായി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പേര് പറയുന്നില്ല, ഒരു ഹൈസ്കൂൾ വാദ്യരായിരുന്നു, പുള്ളിയുടെ വൈഫ് സിസ്റ്ററായിരുന്നു. പോയപ്പോ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. എന്തോ പറയാനാ സാറേ, ഞാനെങ്ങനെ ആലോചിക്കണേ ഈ ക്ലോണിംഗ് പോലെ പെട്ടെന്ന് ഡെലിവറി ആകാൻ പറ്റിയ എന്തെങ്കിലും ടെക്നോളജി വികസിപ്പിച്ചിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയും രക്ഷപ്പെട്ടെ. അതെന്താ ചോദിച്ചപ്പോ പുള്ളി പറയണതില്ല, ഈ രണ്ടുപേരുടെ പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചില ഫ്ലാറ്റിന്റെ റെന്റ് ഇതൊക്കെ നടന്നു പോകും. മൂന്നാമത്തെ ആള് ക്യാരിങ് ആണ്, പക്ഷെ ഈ 9 മാസം വെയിറ്റ് ചെയ്യണ്ടേ സാർ. അപ്പൊ ഒരു 2 മാസം കൊണ്ട് ഇനി വരികയാണെങ്കിൽ ഓരോ 2 മാസം ഒരു 2-3 മാസം കൂടുമ്പോൾ ഓരോ കുട്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. തമാശ പറഞ്ഞാണ്. പുള്ളി അടിപൊളി ജോലിക്കും പോയില്ല. വൈഫ് ഞാൻ പഠിപ്പിച്ചാണ്. പുള്ളിക്കാരത്തി അപ്പൊ തന്നെ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, സാറിന് പറ്റുമെങ്കിൽ ഫാമിലി ആയിട്ട് നമ്മൾ അറിയുന്നല്ല, ഇയാളെ ഒന്ന് അഡ്വൈസ് ചെയ്യും. ഇവിടെ വന്നിട്ട് 2-3 വർഷമായി, ഇന്നേ വരെ ഒരു പഠിക്കും വെറുതെ കുത്തിയിരിക്കും. എന്നിട്ട് പറയും, എടീ നമുക്ക് ജോലിക്കൊന്നും പോകണ്ടേ, എല്ലാ വർഷവും ഓരോ കുട്ടികളെ ആക്കും, എന്നിട്ട് ഈ പൈസ മേടിക്കുക, സുഖമായിട്ട് ജീവിക്കുക. അപ്പൊ അങ്ങനെ ചൈൽഡ് ബെനിഫിറ്റ്സ് ഒരു നല്ല കാര്യമാണ്. അതിന് ബെനിഫിറ്റ്സ് അത് കിട്ടുന്നത് എന്തനുസരിച്ചായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള വരുമാനത്തിന്റെ തോതനുസരിച്ചായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ്. ഒരു റെന്റിനുള്ള പൈസ നിങ്ങൾക്ക് അവിടെ. സോ ഐ ടോൾഡ് നൗ മെഡിക്കൽ ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ചൈൽഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ 60 ഇയേഴ്സ്, ഒരു 60 വർഷം കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പെൻഷൻ പോലെ അവർ തരുന്നത്. മിനിമം യു ഹാവ് ടു വർക്ക് ദർ അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ്. PR ഹോൾഡർ ആണ്, PR നിന്നുകൊണ്ട് മിനിമം ഒരു 10 വർഷം അവിടെ ജോലി ചെയ്താൽ യു ഡിസേർവ് ഫോർ ദ സോഷ്യൽ സെക്യൂരിറ്റി. അത് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് തരും ആഫ്റ്റർ 60 ഇയേഴ്സ്. അതിന്റെ എമൗണ്ട് എത്ര വരും എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ 10 വർഷം ടാക്സിനനുസരിച്ചായിരിക്കും. എന്തായാലും ഒരു 50,000 അപ്പൊ നമുക്ക് കൂടുതൽ പ്രായമുള്ള ആൾക്കാരുടെ, മലയാളീസിന്റെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ വയസ്സാകുന്ന കാലത്ത് എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, അസുഖം. കാര്യം ഇനി വരുന്ന ഒരു പുതിയ ജനറേഷൻ പാരന്റ്സിനെ എത്രമാത്രം കെയർ ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു സങ്കടം ഉണ്ടാവും. ആ സങ്കടം ഉണ്ടായി 10 വർഷം ജോലി ചെയ്തു. നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നാലും കിട്ടും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ യു ഹാവ് ടു ഗോ ദർ ടു സബ്മിറ്റ് ദ ലൈഫ് സർട്ടിഫിക്കറ്റ്. അതിപ്പോ ഇവിടെയാണെങ്കിലും നിങ്ങൾ പെൻഷൻ മേടിക്കുകയാണെങ്കിൽ പെൻഷൻ തരുന്ന ട്രഷറിയിൽ ബാങ്കിൽ നിന്നാണ്. വൺസ് ഇൻ എ ഇയർ യു ഹാവ് ടു ഗോ ദർ ആൻഡ് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ വർഷത്തിൽ ഒരിക്കൽ അവിടെ പോകും. ഇന്ത്യയിൽ ഇരിക്കുകയാണെങ്കിൽ ഡിസേർവ്. സോ ഇത്തരം ബെനിഫിറ്റ്സുകൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ PR കൊടുക്കുന്ന കൺട്രീസിൽ ജോലി ചെയ്യുന്നവരും സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുന്നവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ വിസ പീരീഡ് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ കുറെ നാള് വർക്ക് ചെയ്തതിന് ശേഷം PR മാറുക.
അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്ക് വിസയിൽ പോയിട്ട് ചെയ്യുന്നവർ. പക്ഷെ അവരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. വർക്ക് വിസയിൽ പോയ ഒരാളുടെ ഒരു അവസ്ഥ തന്നെ ഇതാണ്. അവൻ ഈ വർക്ക് വിസയിൽ നിൽക്കുമ്പോൾ ആ കമ്പനിയുടെ കീഴിലാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ കമ്പനി പറയുന്നത് അതുപോലെ അനുസരിച്ച് നിന്നോളും. കമ്പനി ഇപ്പൊ ഒരു 2 ഇയറിൽ വൺസ് ഇൻ 2 ഇയേഴ്സ് 1 മന്ത് ലീവേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ലീവേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കമ്പനി പറയുന്നത് അനുസരിച്ച് നിന്നോളൂ. ആ കമ്പനിയുടെ കീഴിൽ PR കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഫ്രീ ആയി. So these are the benefits that we are going to get whenever you get the PR in that country. ഇനി ഈ ഏതെല്ലാം ഒക്യുപ്പേഷനിൽപ്പെട്ട, ഞാൻ ഓസ്ട്രേലിയയാണ് സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത്. ഏതെല്ലാം ഒക്യുപ്പേഷനിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും ഈ ഒരു ഇവിടെ ഇരുന്നു കൊണ്ട്, അതായത് നിങ്ങൾ ആ ഓസ്ട്രേലിയയിൽ പോകാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ PR പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് അക്യൂർ ചെയ്യാൻ കഴിയുന്നത് ഏതൊക്കെ ഒക്യുപ്പേഷൻ? സ്വാഭാവികമായിട്ട് ദ മോസ്റ്റ് ഡിമാൻഡഡ് ഒക്യുപ്പേഷൻ ആണ് അവർ ശരിക്ക് ഓസ്ട്രേലിയ ഗവൺമെന്റും കാനഡ ഗവൺമെന്റും ഈ ഓഫ് ഷോറും ഓൺ ഷോറും ഈ PR ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്കിൽ ഷോർട്ടേജ് മീൻസ് പല ഫീൽഡിലും അവർക്ക് ജോലി ചെയ്യാൻ ആളെ കിട്ടും. അവിടെയുള്ള ലോക്കൽസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരാണല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്കിൽഡ് വർക്കേഴ്സിന് വളരെ കുറവാണ്. അതുപോലെ പോപ്പുലേഷൻ ഒത്തിരി കുറവ്. ഓസ്ട്രേലിയ ഓൾമോസ്റ്റ് ഡബിൾ സൈസ്, എക്സാക്ട്ലി അല്ല, ഓൾമോസ്റ്റ് ഡബിൾ സൈസ്. പക്ഷെ കേരളത്തിൽ എത്രയും ജനങ്ങളുള്ളൂ. അതും ഓസ്ട്രേലിയയുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ സിറ്റീസ് ഉണ്ട്. കാൻബറ, മെൽബോൺ, സിഡ്നി ഇങ്ങനെയുള്ള മെട്രോ സിറ്റീസിൽ ആൾക്കാർ ആവശ്യത്തിലും അധികം ഉണ്ട്. പക്ഷെ മറ്റ് സിറ്റികളിൽ പോപ്പുലേഷൻ വെരി ലെസ്. അവിടെയുള്ള ഇംഗ്ലീഷുകാരെ കൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ശരിക്കും ഉണ്ടാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിലൊരു 50% കല്യാണം കഴിച്ചവർക്കൊട്ട് കുട്ടികളെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് കാര്യമായിട്ടുണ്ടാകുന്നില്ല. ഈ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് PR എടുത്ത് അവിടെ റെസിഡൻസ് പെർമിറ്റ് എടുത്ത് അവിടെ വന്നു നിന്ന് സിറ്റിസൺഷിപ്പിലേക്ക് മാറുന്ന ആൾക്കാരാണ്. ഉള്ളവരാണ് ശരിക്കും ഈ 3.5 കോടിയിൽ ഏകദേശം നല്ലൊരു ശതമാനം, ഒരു 20-30% ഇമിഗ്രൻസ് ആണ്. അപ്പൊ ഈ സ്കിൽ ഷോർട്ടേജ് ആണ്. പല ഫീൽഡിലും അവർക്ക് ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. സത്യം, എല്ലാ ഫീൽഡിലും അല്ലാട്ടോ. സോ അതനുസരിച്ചിട്ടാണ് അവർ ഈ ഓഫ് ഷോർ ഇമിഗ്രേഷൻ. അതായത് ഏതെല്ലാം ഫീൽഡിലാണ് അവർക്ക് ഏതെല്ലാം സ്കില്ലാണോ ഷോർട്ടേജ് ഉള്ളത് അവർക്കാണ് മൈഗ്രേഷൻ കിട്ടാൻ കൂടുതൽ. നമ്മൾ ഒറ്റയടിക്ക് ചിന്തിക്കുമ്പോൾ സ്കിൽ ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് നേഴ്സസാണ്. നേഴ്സസ്, ഡോക്ടേഴ്സ്, ഇവർക്കാണ്, എഞ്ചിനീയേഴ്സ്, ഇവരെയാണ് ഏറ്റവും കൂടുതൽ PR കിട്ടുക എന്നാണ്. അല്ല, സെന്ററിൽ ഡിഫറെന്റ് ഇൻ ഓസ്ട്രേലിയ, അറ്റ്ലീസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ അവർക്ക് സ്കിൽ ഷോർട്ടേജ് ഉള്ളത് ട്രേഡ് പീപ്പിൾ. ഓൾമോസ്റ്റ് ഓൾ ദ ട്രേഡ്സ്, ഐ മീൻ കുക്ക്, ഷെഫ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ, മെഷീനിസ്റ്റ്, ടൂൾ ആൻഡ് ഡൈ മേക്കർ, അവരെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ശരിക്കും അവർക്ക് അവിടെ ജോലിക്ക് ആളെ കിട്ടാനില്ലാത്ത ഒരു ട്രേഡ് പീപ്പിൾ പെട്ടെന്ന് കിട്ടാൻ. അത് ഇവിടെ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ട്രേഡ് പീപ്പിൾ, ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, വെൽഡേഴ്സ്, ഏറ്റവും കൂടുതൽ മെക്കാനിക്സ് ഒന്നും സത്യത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് പോലും അവർക്കറിയാതെ ഗൾഫിലേക്ക് യൂസ് ചെയ്തിട്ട് 2 വർഷം ജോലി ചെയ്യും. 2 വർഷം കഴിയുമ്പോൾ ആ കമ്പനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നീട്ടിട്ട് അല്ലെങ്കിൽ തിരിച്ചു പോകും. സ്കിൽ ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലുള്ളത് ട്രേഡ് പീപ്പിൾ. ഫസ്റ്റ് ഇവിടെ നമ്മുടെ പോളിയിലൊക്കെ പഠിച്ച് 3 വർഷം പഠിച്ച് ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ദ മോസ്റ്റ് ഡിമാൻഡഡ് ഒക്യുപ്പേഷൻ, ഫസ്റ്റ് വൺ ഈസ് ദ ട്രേഡ് പീപ്പിൾ, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ വർക്കേഴ്സ്. ഹൈലി ഡിമാൻഡഡ് സോഷ്യൽ വർക്കേഴ്സ്. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല കാറ്റഗറി: സോഷ്യൽ വർക്കേഴ്സ്, കമ്മ്യൂണിറ്റി വർക്കേഴ്സ്, യൂത്ത് വർക്കേഴ്സ്, ഫാമിലി സപ്പോർട്ട് വർക്കേഴ്സ്, കൗൺസിലേഴ്സ്, റീഹാബിലിറ്റേഷൻ കൗൺസിലേഴ്സ്, വെൽഫെയർ വർക്കേഴ്സ് ഒക്കെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. അതിൽ തന്നെ ഒത്തിരി കാറ്റഗറി. ഏറ്റവും കൂടുതൽ ഓക്യുപ്പേഷനിൽ ഒത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാർക്ക് സ്കിൽ ഷോർട്ടേജ് ഉള്ള മറ്റൊരു ഇതാണ് സോഷ്യൽ വർക്കേഴ്സ്. പിന്നെയുള്ളത് മറ്റുള്ള പ്രൊഫഷൻസും ഉണ്ട്, ഒക്യുപ്പേഷൻസും ഉണ്ട്.
പക്ഷെ ഇപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒത്തിരി മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒത്തിരി ആൾക്കാരെ ആവശ്യം. പക്ഷെ മറ്റുള്ള ചില പ്രൊഫഷൻസിൽ നമ്മളിവിടെ കൂടുതലും ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ് അങ്ങനെയുള്ള ജോലികളൊക്കെ അതൊന്നും വലിയ സ്കിൽ ഷോർട്ടേജ് ഇല്ല. അപ്പൊ അവര് ഈ ഓഫ് ഷോർ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ അവര് മോസ്റ്റ് ഡിമാൻഡ് ഓക്യുപ്പേഷൻ ഒരു ലിസ്റ്റ് there is a list which are the most demand occupations. We are going to ഈ ലിസ്റ്റിൽ നിന്നാണ് സെലക്ട് ചെയ്യാൻ. ആ ലിസ്റ്റിൽ വരുന്ന പ്രൊഫഷൻസ്, പിന്നെ മെഡിക്കൽ പ്രൊഫഷൻസ് ഉണ്ട്, നഴ്സസും മറ്റു ഒരു ഉണ്ട്, പക്ഷെ അവരെക്കാൾ കൂടുതൽ ഡിമാൻഡ് ആണ് ട്രേഡ് പീപ്പിൾ. ഇങ്ങനെ ഇതാണ് ശരിക്ക് ഓക്യുപ്പേഷൻസിന്റെ ഒരു കാര്യം. പിന്നെ ചില റയർ ഓക്യുപ്പേഷൻസ്, ഉദാഹരണമായിട്ട് ഹോട്ടൽ ഫീൽഡ് ഭയങ്കര ചാൻസ്, റെസ്റ്റോറൻറ്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഹോട്ടൽ മാനേജേഴ്സ്, അക്കോമഡേഷൻ മാനേജേഴ്സ് മീൻസ് ഈ ലോഡ്ജ് ഒക്കെ, ലോഡ്ജ്, ഹോസ്റ്റൽ, സ്റ്റുഡൻസ് ഹോസ്റ്റൽ, അതിൻ്റെയൊക്കെ സൂപ്പർവൈസേഴ്സ്, അവർക്ക് നല്ല ഇത് ഒരു ഓക്യുപ്പേഷന്റെ ഒരു മോസ്റ്റ്ലി ഡിമാൻഡ് ഓക്യുപ്പേഷന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇപ്പോ അല്ലാത്ത പ്രൊഫഷനെ പറ്റി ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ ചില പ്രൊഫഷൻ, ചില ഓക്യുപ്പേഷൻ അവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത, അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല. ആണ് ഞാൻ പറഞ്ഞ ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ്, ഇങ്ങനെയുള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടീച്ചേഴ്സ് അവർക്ക് വേണ്ട, സ്കൂൾ ടീച്ചേഴ്സ്, കോളേജ് ലെക്ചേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊന്നും കൂടുതൽ അവരുടെ ഓക്യുപ്പേഷൻ ഡിമാൻഡ് ലിസ്റ്റിൽ. യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സ്, പക്ഷേ യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സ് കുറച്ച് ക്രൈറ്റീരിയ വേറെ ഉണ്ട്, എക്സ്ട്രാ ക്രൈറ്റീരിയ. സോ ഇനി ഞാൻ അത് എങ്ങനെയാണ് പോയിന്റ് അവര് നമ്മളെ ഓഫ് ഷോർ മൈഗ്രേഷന് ഇവിടെ നിന്ന് നിങ്ങളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവര് പോയിന്റ് ബേസ്ഡ് ആണ് അവരുടെ ഇമിഗ്രേഷൻ സെലക്ഷൻ. How they select? What are the main criteria? What are the basic criteria? First of all, I say how they select for the people who apply from other countries, from countries. How they select? So this is point-based immigration. Offshore migration, point-based. So a foreign candidates who wants to migrate to Australia must have minimum 65 points. I again repeat, 65 points. 65 points ഉള്ള ഒരാൾക്കാണ് നമുക്ക് ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കും. പോയിന്റ് കൂടുന്നത് നല്ലതാണ്, 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. So what are the factors that calculate the points? ഏതൊക്കെ ഘടകങ്ങൾ പോയിന്റ് the most important factor is age. Out of this 65, almost 30 points goes to age. ഒരു 32 years till 32 years, 30 points. 32 വയസ്സ് വരെ ഉള്ള ആൾക്കാർക്ക് 30 പോയിന്റ് ആണ്. 32 വയസ്സ്. 33 to 39, 40. 33 to 39. 25 points. അങ്ങനെ ഞാൻ പറയാം. Till 32, 30 points. 33 to 39, 25 points. Then 40 to 44, 15 points, only 15 points. After 44, there is no points for age. 44 years കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ്, അവർക്ക് വീണ്ടും പോകാൻ. ഏജ് ആണ് ഇതിൻ്റെ വലിയ ഫാക്ടർ. ഏജ് ഒരു 44 അല്ല, ഒരു 40 years കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പിന്നെ പോയിട്ട് തരുന്നത്. ഞാൻ ഈ മൈഗ്രേഷനൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ ഏജ് 44 ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ പണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ചെന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ 10-15 വർഷമായിട്ട് ഈ മൈഗ്രേഷൻ ചെയ്ത് ഞാൻ ആദ്യം ഞാൻ തന്നെ പോയത്. So age is one of the main factor. Till 30, ഞാൻ പറഞ്ഞല്ലോ
32 years old, there is a age factor, 30 points, 33 to 39, 25 points. Anyhow, till 40 years we can do. കുറെ പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ് ഫാമസ് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് അവരുടെ ഒക്യുപ്പേഷന്റെ ലിസ്റ്റിലുള്ളതാണ്. ഫാർമസി അവരുടെ ഒക്യുപ്പേഷന്റെ ലിസ്റ്റിൽ ഉള്ളതാണ്. സോ ഏജ് ഫാക്ടർ, ഐ സെറ്റ് ഏജ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഏജ് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഐ ഗെറ്റ്. ഞാൻ പറഞ്ഞു ഏജ് ആണ് ഒരു ഫാക്ടർ. പോയിന്റ് കിട്ടുന്ന 30 പോയിന്റ് അല്ലെങ്കിൽ 25 പോയിന്റ് വരെ ഏജിന്. Then IELTS. You know IELTS. What is IELTS? I think most of the people know what is this IELTS. It's a course done by Cambridge University. Cambridge University course. IELTS. IELTSൽ നിങ്ങളുടെ എന്താണ് ലാംഗ്വേജ് സ്കില്ലാണ്, നിങ്ങളുടെ ലോജിക് ഒന്നുമല്ല, ഒരു ലാംഗ്വേജ് സ്കില്ല്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലാണ്. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. പെട്ടെന്ന് IELTS കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് സ്വാഭാവികമായിട്ട് സ്പീക്കിംഗ്, അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കിട്ടുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് മാത്രം കിട്ടും. വെറുതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണമെന്നില്ല IELTS. അത് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ മാത്രമല്ല അതിലുള്ളത്. IELTS എന്ന് പറയുന്നത് വെറും സ്പീക്കിംഗ് മാത്രം ഉണ്ടായാൽ മാത്രം പോരാ. സ്പീക്കിംഗ് ഔട്ട് ഓഫ് 4 മോഡ്യൂൾസ് ഓൺലി 1 മോഡ്യൂൾ IELTS. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പറയുന്നില്ല. എങ്കിലും ഒരു ഓവറോൾ പിക്ചർ തരാം. IELTS. There are 4 modules in IELTS. Listening, reading, writing and speaking. എല്ലാം ഇംഗ്ലീഷിൽ. 2 type of test, computerized and manual test. ഇന്ത്യയിൽ കൂടുതലും manual test ആണ്. So in IELTS itself, academic and general. അക്കാഡമിക് കുറച്ച് ടഫാണ്, ജനറൽ കുറച്ചുകൂടെ ഈസിയാണ്. മൈഗ്രേഷൻ ഇത് രണ്ടും പറ്റും. സോ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഈസ് വൺ ഓഫ് ദ മോഡ്യൂൾസ് ഔട്ട് ഓഫ് ദിസ് 4. എന്താണ് സംഭവം? ജസ്റ്റ് ഒന്ന് ഒരു ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. IELTS ചില ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന പലരും IELTS എഴുതിയവരായിരിക്കും. അവരെ സംബന്ധിച്ചോളം ഇത് ബോറായിരിക്കും. എങ്കിലും ഇത് അറിയില്ലാത്ത ആൾക്കാർ കിട്ടാക്കാനേ അല്ല. ഇത് ഇപ്പൊ ട്രേഡ് പീപ്പിളിനൊക്കെ IELTS ചെറിയ സ്കോർ മതി. 6 ഒക്കെ മതി. 6 ഒക്കെ ഒരു മീഡിയം സ്കോർ. 6 ആണ് മൈഗ്രേഷൻ വേണ്ടത്. ലിസണിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു 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 ഹാഫ് ആൻ അവർ, ഒരു 40 മിനിറ്റ്സ് ഒരു ഓഡിയോ കേൾപ്പിക്കുകയാണ് ചെയ്യും. അതിൽ കോൺവെർസേഷൻസ് ഉണ്ടാവും, സ്പീച്ചസ് ഉണ്ടാവും, ആൾക്കാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ എല്ലാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യനർ തന്നിട്ടുണ്ടാവും, ഒബ്ജക്റ്റീവ് ടൈപ്പ്. അതിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങളൊരു കോൺവെർസേഷൻ, രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ടതിന് ശേഷം ഈ കോൺവെർസേഷനോട് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഈ കേൾക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ ചെയ്യും. ലിസണിങ് അതിൽ ഇപ്പൊ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമ്പോൾ ഒരു 50% മനസ്സിലാകുന്ന ആൾക്കാരാണ് ഈസി ആയിട്ട് ലിസൺ. അത് ശരിക്കും കേൾക്ക്, അതിന് പ്രത്യേകിച്ച് ലോജിക്ക്. The next one is that reading. Reading we have done when we were studying in class 10. We have done the same test. The IELTS the same test. ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിന്റെ താഴെ കുറെ ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ പാസേജിന് കണ്ടുപിടിക്കും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പാസേജിലുണ്ടോ എന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞു. 10ാം ക്ലാസ്സിലുണ്ട്, ഉണ്ടെന്നോട് ഇപ്പോഴും ഉണ്ട്. അന്ന് ഞാനൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഈ അറിയാൻ പാടില്ലാത്ത ഇംഗ്ലീഷ് ശരിക്കും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അവർ ഈ ആൻസർ കണ്ടുപിടിച്ചത് ഈ ക്വസ്റ്റ്യൻ അങ്ങ് വായിച്ചു നോക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ഒരു വേർഡ് വായിച്ചിട്ട് ഇതേ വേർഡ് പാസേജിൽ എവിടെ വരേണ്ടത് നോക്കും. അപ്പൊ നോക്കുമ്പോ ആ പാസേജിൽ ഇതേ വേർഡ് വരുന്ന സ്ഥലത്ത് ആ സെന്റൻസ് അങ്ങ് മാറും. ആൻസർ അത് തന്നെ. അത് ഭയങ്കര എളുപ്പമാണ്. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് 10th +1 +2 ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത് എനിക്ക് ഈ പാസേജ് തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുന്നത് ആൻസർ, ഡയറക്റ്റ് ആൻസർ. But in IELTS, this almost 40 questions are there. There are 3 passages.
ഒരു 3 പാസേജ്, ഓരോ പാസേജിലും 10-12 ക്വസ്റ്റ്യൻ വെച്ചൊരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അക്കാഡമിക് ആണെങ്കിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ ഈ പാസേജിൽ നിന്ന് എടുത്ത് എഴുതുമ്പോൾ ഡയറക്റ്റ് ആൻസർ കുറച്ചേ ഉണ്ടാവും. ഔട്ട് ഓഫ് 40 ഒരു 20 ക്വസ്റ്റ്യൻസിന് ഡയറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും. ബാക്കിയുള്ള അതർ 20 ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ അതിന് ഇവർ 1 മണിക്കൂർ സമയം തരും കറക്റ്റ് ആയിട്ട്. ഈ 1 അവർ ടൈമിനുള്ളിൽ ഈ 3 പാസേജും 40 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ തന്നു നോക്കട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ സമയം കിട്ടില്ല അതല്ല. പ്രാക്ടീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് ആൻഡ് റീഡിങ്, യു വിൽ ഗെറ്റ് ദ സ്കിൽസ് ഓഫ് ലിസണിങ് ആൻഡ് റീഡിങ് ബൈ പ്രാക്ടീസിങ് എവരി ഡേ. നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് സ്കോർ. അല്ലാണ്ട് അതിന് വലിയൊരു ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് ലിസണിങ് റീഡിങ് പ്രാക്ടീസ് ചെയ്തു. ദ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റിംഗ് ആണ്. വൺ ഓഫ് ദ ടഫസ്റ്റ് മൊഡ്യൂൾസ്. എല്ലാവരും വിചാരിക്കും സ്പീക്കിംഗ് ആണ് ടഫ്. കാര്യം ആവറേജ് റിസൾട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ IELTS ടെസ്റ്റ് നോക്കുകയാണ്. ആവറേജ് റിസൾട്ട് റൈറ്റിംഗിന്റെ റിസൾട്ടാണ് ഏറ്റവും. റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 2 എസ്സേ ആണ്. ഒരു എസ്സേ ഒരു 40 മിനിറ്റ്സ് ആയിട്ട് അവരൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു എസ്സേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. 40 മിനിറ്റ് നേരം കൊണ്ട് എഴുതണം. അപ്പൊ പിന്നെ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ അക്കാഡമിക് ആണെങ്കിൽ ഒരു ചാപ്റ്റർ, ഒരു ടേബിൾ, ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ടേബിൾ, ഗ്രാഫ് അത് ഡിസ്ക്രൈബ് ചെയ്യാം. ജനറൽ ആണ് ടെസ്റ്റ് എങ്കിൽ ടാസ്ക് 1 ലെറ്റർ എഴുതാൻ 1 അവർ ടെസ്റ്റ്. റൈറ്റിംഗ് ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഇപ്പോൾ USA UK ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ ലിസണിങ് കുറച്ച് എളുപ്പമായിരിക്കും. റീഡിങ്ങും റൈറ്റിങ്ങും അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ സ്കില്ല് സെയിം. നമ്മൾ പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതാണ് റൈറ്റിംഗ് ടെസ്റ്റ്. പിന്നെയുള്ളത് സ്പീക്കിംഗ് ടെസ്റ്റ്. അതൊരു ഇന്റർവ്യൂ ആണ്, ലിസൺ ഇന്റർവ്യൂ. ഒരു 12 to 15 മിനിറ്റ്സ്, 10 to 15 മിനിറ്റ്സ് ആയിരിക്കും. നിങ്ങൾ ഇന്റർവ്യൂ അവർ ഈ IELTS എക്സാം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഓരോ ഏരിയയിൽ. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കോഴിക്കോട്, തൃശ്ശൂരുണ്ട്, കൊച്ചിയിലുണ്ട്, ഒരേ സമയത്ത് ഒരു ടെസ്റ്റ്. ഇന്ന് IELTSന്റെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നടക്കുന്ന ഇന്ന് പകലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയത്തായിരിക്കും. ഇന്ത്യയിൽ അത് തുടങ്ങുന്നത് 1 മണിക്കാണ്, വേറെ കൺട്രിയിൽ അത് 9 മണിക്ക്. ഡിഫറെന്റ് ടൈമാണ്. ചില കൺട്രിയിലൊക്കെ 4 PM ടെസ്റ്റ്. 3-4 മണിക്കൂറുണ്ട് ടെസ്റ്റ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരേ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഡിഫറെന്റ് ടൈമിലാണ് ചെയ്യണമെങ്കിൽ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ വിളിച്ചു വരാം ആൻസർ അടക്കം, ക്വസ്റ്റൻ ആൻസർ. സ്പീക്കിംഗ് ഒരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിൽ നിങ്ങൾ ഈ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിംഗും 3 hours ടൈം ഒറ്റയടിക്ക് 3 ഒരുമിച്ചാണ്. സ്പീക്കിംഗ് സെപ്പറേറ്റ് ഡേയ്സ് ആയിരിക്കും. അതൊരു യു ആൻഡ് യുവർ എക്സാമിനർ രണ്ടുപേരും അവര് സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും. ഇതിലൊരു ഹോട്ടലിലായിരിക്കും, ഓരോ സിറ്റിയിലും ഒരു ഹോട്ടലിലായിരിക്കും ടെസ്റ്റ്. എക്സാം നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെല്ല് ചെന്ന് കഴിഞ്ഞാൽ ഈ എക്സാമിനായിട്ട് സംസാരിക്കുക. ആദ്യം നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുക. പിന്നെ ഒരു ടോപ്പിക് തരിക, ടോപ്പിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് സംസാരിക്കുക. പിന്നെ ഒരു ഡിസ്കഷൻ ടോപ്പിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഇതാണ് ശരിക്കും IELTS. കിട്ടാക്കനിയൊന്നുമല്ല. IELTS മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ഹൈ സ്കോർ കിട്ടും. അത് ഒരു പരിധി വരെ IELTSന്റെ സ്കോർ എന്ന് പറയുന്നത് വെറും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉള്ളവർക്ക് മാത്രം കിട്ടും. നമുക്ക് ലാംഗ്വേജിന്റെ ഒരു അളവ് കുറവാണെങ്കിൽ അത് ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. IELTS is one of the most important factor to be a permanent resident. Not only in Australia, almost all the countries where speak English as a mother. IELTS വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. പക്ഷെ ഇത് ചില ഒക്യുപ്പേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ട്രേഡ് IELTS സ്കോർ കുറച്ചു. ഈവൻ സോഷ്യൽ വർക്കേഴ്സിന് സ്കോർ കുറച്ചുള്ള ആൾക്കാർക്ക്, ഫാമിലി കൗൺസിലർ, റീഹാബിലിറ്റേഷൻ കൗൺസിലേഴ്സിന് അവർക്കൊക്കെ ചെറിയ സോഷ്യൽ വർക്കർ, വെൽഫെയർ വർക്കർ, കമ്മ്യൂണിറ്റി വർക്കർ, ഡിഫറെന്റ്. So I said that IELTS minimum, what is the score you need for migrate? Individual 6 out of 9 band. 6 band is needed for to migrate, to apply for migration to Australia.
നിങ്ങൾക്ക് വേണ്ടത് 6 ബാൻഡ്, 6 ബാൻഡ് ഔട്ട് ഓഫ് 6 ബാൻഡ് എന്നുള്ളത് വലിയൊരു സ്കോർ. ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ഈസി ആയിട്ട് കിട്ടാം ഡിഗ്രി അല്ലെങ്കിൽ സ്കോറാണ് 6 ബാൻഡ്. പക്ഷേ ഈ 6 ബാൻഡ് സ്കോറിന് പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. മൈഗ്രേഷന് 6 മതി ഓസ്ട്രേലിയയിലേക്ക്, പക്ഷെ IELTS 6 ബാൻഡ് മതി. കമ്പൽസറി ഏജ് ഞാൻ പറഞ്ഞു. IELTS കമ്പൽസറി, ബട്ട് ദർ ഇസ് നോ പോയിന്റ്. If you get 7 band in IELTS, there are 10 points of it. 10 point extra. So I told the two factors, age and IELTS. The next one is the qualification. A foreign candidate who wants to migrate to Australia, who wants to apply for offshore, must have minimum, he must have a post-school qualification. Post-school qualification means after +2 or after SLC. There must have a diploma or a degree or a master degree. That qualification ഉണ്ടായാൽ പോരാ, വെറുതെ ഒരു ക്വാളിഫിക്കേഷൻ പോരാ. ഉള്ള ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയയിൽ ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അംഗീകരിച്ചതായിരിക്കും. എന്നുവെച്ചാൽ ഓസ്ട്രേലിയയിലെ ക്വാളിഫിക്കേഷൻ ഈക്വലന്റ്. അപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ 1 വർഷം എടുത്ത ഡിപ്ലോമ ദേ ആർ നോട്ട് വാലിഡ്. ഇപ്പോൾ പോളിയിൽ ഉദാഹരണമായിട്ട് 3 years ഡിപ്ലോമ, ITA ഡിപ്ലോമ 2 years ഡിപ്ലോമ, NCVTയുടെ എല്ലാ സർട്ടിഫിക്കറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായി. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ചില യൂണിവേഴ്സിറ്റികളുടെ മാത്രം ഡിഗ്രി വാലിഡ് അല്ല, ബട്ട് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായി. അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡിപ്ലോമയാണുള്ളത്. സപ്പോസ് യു ഹാവ് ഗോട്ട് എ ഡിപ്ലോമ ഓഫ് 1 year, a 2 year diploma, ITA diploma, you will get the 10 points. And if you have got bachelor degree or master degree, you will get bachelor degree to master degree equal points, 15 points. 15 points for degree and 10 points for diploma. So ഒരു ഇത് ഓസ്ട്രേലിയയുടെ മാത്രം പ്രത്യേകമാണ്. മറ്റു കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ ഡിപ്ലോമയ്ക്ക് പോയിന്റ്, ഡിഗ്രിക്ക് പോയിന്റ് കുറവും, മാസ്റ്റർ ഡിഗ്രിക്ക് കൂടുതൽ പോയിന്റ്. ഓസ്ട്രേലിയയിലേക്ക് അത് ഡിഗ്രി ആൻഡ് മാസ്റ്റർ ഡിഗ്രി സെയിം പോയിന്റ്സ് ആണ്. ബട്ട് ഇഫ് യു ഗോട്ട് PhD, there is some extra points, 20 points. PhD ക്ക് 20 points. So there must have a qualification. So നിങ്ങൾക്ക് നമുക്ക് 3 കാര്യങ്ങൾ ഞാൻ, you must have, your age should be less than 40 years old, and you must score IELTS minimum 6 into 6, and you must have a post school qualification, a 2 years diploma or a degree. 3 basic factors. The next one is that occupations, the fourth factor. You must have an occupation, you must have an experience, minimum 1 year experience, minimum 1 year experience in the specified occupation which is having the immigration list of Australia. ഞാൻ പറഞ്ഞല്ലോ മിനിമം 1 year എക്സ്പീരിയൻസ്. 1 year എക്സ്പീരിയൻസ് ഇല്ലാതെ മൈഗ്രേഷൻ കൊടുക്കും. 1 year എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഇല്ല. 2 year, 1 to 2 years, there is no points at all. 3 years experience, there is 5 points. 5 points. 3 years experience, 5 points. 3 to 4 years, 4 years ആയാലും 5 തന്നെ. 5 years ആണെങ്കിൽ 5 years experience 10 points. അത് 6 ആയാലും 7 ആയാലും 10 points. 8 പ്ലസ് 8 അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ 15 points. എക്സ്പീരിയൻസ് കൂടുന്നതോറും പോയിന്റ്. പക്ഷെ എക്സ്പീരിയൻസ് കൂടുന്നതോറും ഏജ് കൂടും, ഏജ് കൂടുന്നതോറും ഏജിന്റെ പോയിന്റ് കുറയും, എക്സ്പീരിയൻസ് മാക്സിമം 15 points മാക്സിമം. അത് 8 പ്ലസ് നിങ്ങൾക്ക് ഒരു 20 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും 15 points. So that experience must have at least minimum 1 year experience. ഇനിയിപ്പോൾ ടോട്ടൽ ആയിട്ട് ഓവറോൾ പറയുകയാണ്. ഞാൻ പറഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 4 factors ആയി: ഏജ് below 40, IELTS individual 6. The next one is qualification, diploma or degree,
The next one is 1 year experience in the occupation, which is having in the occupation, migration occupation list. Okay. ഇനി 65 പോയിന്റ്സ് എങ്ങനെ വരും? ഞാനത് ഓരോരുത്തർക്കും പോയിന്റ് ഡിഫറൻസ് ആയിരിക്കും. ഓരോരുത്തർക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആവറേജ് ഒരു ജനറൽ ടിപ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബിലോ 32 ഇയേഴ്സ് ആണെങ്കിൽ 32 വയസ്സിൽ താഴെ ഉള്ള ഒരാൾ 3 വർഷത്തെ എക്സ്പീരിയൻസും IELTS 6 ഉണ്ടെങ്കിൽ ഈ പറഞ്ഞു 65 പോയിന്റ്സ്. ഇനിയും പോയിന്റ് വേറെ ഉണ്ട് കേട്ടോ, ഒത്തിരി ടൈമില്ല. സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈഗ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാം. 15 പോയിന്റ്സ് എക്സ്ട്രാ വരും. പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. സോ ഞാൻ പറയാം, ഒരു 32 ഇയേഴ്സ് ഓൾഡ് ബിലോ 32 ഇയേഴ്സ് ആണെങ്കിൽ അവർക്കൊരു 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോയിന്റ്. ഒരു 39 ഇയേഴ്സിന് താഴെയാണെങ്കിൽ 40 ഇയേഴ്സിന് താഴെയാണെങ്കിൽ മിനിമം ഒരു 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ IELTS 6 ഉണ്ടെങ്കിൽ. പക്ഷെ ചില ഒക്യുപ്പേഷൻസിന് ഈ 6 പോരാ. അത് പോയിന്റ്സിന് വേണ്ടിയിട്ടല്ല. 65 പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോരാ. അപ്പോൾ യു ഹാവ് ഗോട്ട് ദ പോയിന്റ് റിക്വയർഡ് പോയിന്റ്സ്, യു മീറ്റ് ദ റിക്വയർഡ് പോയിന്റ്സ് ഓഫ് 65. ബട്ട് സം ഒക്യുപ്പേഷൻസ്, ഫോർ എക്സാമ്പിൾ സോഷ്യൽ വർക്കറായിട്ട് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 7, മാനേജേഴ്സ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യണം. അതേസമയത്ത് നിങ്ങൾക്ക് ഒരു ഫാമിലി സപ്പോർട്ട് വർക്കറായിട്ട് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 7, മാനേജേഴ്സ് ആയിട്ട് മാനേജർ ഇപ്പോൾ ഒരു കാറ്റഗറിയിലുള്ള ജോലി, അത്തരം ജോലികൾ 7, ട്രേഡ് പീപ്പിൾ ആണെങ്കിൽ 6. അങ്ങനെ ആ ഒക്യുപ്പേഷന്റെ അനുസരിച്ച് ഈ IELTS സ്കോറിൽ ഡിഫറൻസ്. ഓക്കെ, these are the basic criteria which was to get the IELTS. Sorry. Sir, it's 5:50. Shall we move on to Q&A? Or you just We are want to going continue to- only 5 minutes. No, 5 minutes. Okay, fine, sir, continue. Okay. So these are the basic criteria. We age for factors I told. ടൈം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയുള്ള സംശയങ്ങൾ ചോദിക്കും. ഇതൊക്കെയാണ് ഇത് സാധാരണ രീതിയിൽ ഒരു ഇൻഫർമേഷൻ സെഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സെഷൻ ഒരു 4 മണിക്കൂറൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യും. ആ 4 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണ് ഞാനൊരു 15 മിനിറ്റ്സ് കൊണ്ട് തീർത്തത്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇംഗ്ലീഷിന്, ഇതിന്റെ പ്രോസസ്സിങ്. എങ്കിലും ഒരൊറ്റ കാര്യം കൂടി പറയും. ഇതിന്റെ ഒരു റിസ്കി ഫാക്ടർ, അത് ഇത് നിങ്ങൾക്ക് ഇന്ന് അപ്ലൈ ചെയ്ത് അടുത്ത മാസം വരെ കിട്ടും സാധനം. ഓസ്ട്രേലിയ PR അപ്ലൈ ചെയ്യാൻ 8 steps, 8 stages are there. ഇപ്പോൾ ഓരോ സ്റ്റെപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, ഇപ്പോൾ ഓസ്ട്രേലിയയുടെ PR അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ദേ ഹാവ് ടു ഗെറ്റ് സ്കിൽ അസസ്മെന്റ്, ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ അസസ്മെന്റ്. അതായത് ഇപ്പൊ ഇവർക്ക് ഇവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ അക്കൗണ്ട് ഓസ്ട്രേലിയയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള സ്കില്ലുണ്ടെന്ന് പ്രൂവ് ചെയ്യിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഒരു 4 months ടൈം എടുക്കുന്നത്. അങ്ങനെ ഓരോ സ്റ്റെപ്പാണ്. ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ ഈ ഗവൺമെന്റിലേക്ക് ഫീസും സർവീസ് ചാർജും. ആ ഒരു സ്റ്റെപ്പ് സക്സസ് ആയാലും അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. അപ്പൊ സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് സക്സസ് ആയി, നിങ്ങൾ സ്റ്റെപ്പ് 2ലേക്ക്, സ്റ്റെപ്പ് 2 സക്സസ് ആയി, സ്റ്റെപ്പ് 3ലേക്ക് പോയി. ഇതിന്റെ ഒരു റിസ്കി ഫാക്ടർ അവിടെയാണ് വരുന്നത്. കാരണം സ്റ്റെപ്പ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5th സ്റ്റേജിൽ നിങ്ങൾ സക്സസ് ആയി, 6th സ്റ്റേജിലേക്ക് കടന്നു. നിങ്ങൾ ഒരു 6th സ്റ്റേജിൽ അല്ലെങ്കിൽ 7th സ്റ്റെപ്പില് 7th സ്റ്റേജ് എത്തും. ആ 7th സ്റ്റെപ്പ് ആ സ്റ്റേജ് ഫെയിൽ ആയി. നിങ്ങൾക്ക് ആദ്യം ചെയ്ത സ്റ്റെപ്പ് വെറുതെ. അപ്പൊ അതാ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെതാ. അപ്പൊ ഇതാണ് ഇമിഗ്രേഷന്റെ റിസ്ക്. സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞാൽ റിസ്കി ഫാക്ടർ. ആ കൂടി 2 സ്റ്റേജ് കൊടുക്കും. 2 സ്റ്റേജ് സക്സസ് വിസ കിട്ടി. അങ്ങനെയല്ല, കുറെ സ്റ്റേജുകളുണ്ട്. ഏതെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജ് ഫെയിൽ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ ഫെയിൽ ആവും. അതൊരു പരിധി വരെ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റേഷൻസ് ആൻഡ് ദ ക്രൈറ്റീരിയ വാട്ട് വി ഗീവ് ദം, അവർ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റേഷൻ ക്ലിയർ ആണെങ്കിൽ, അക്യുറേറ്റ് ആണെങ്കിൽ അവർ PR. സമയമില്ലാത്തതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറെ ഫാഷൻ ഡിസൈനർ,
491 ഫാമിലി സ്പോൺസേഡ് വിസയെ കുറിച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് 4 മണിക്കൂർ 5 മണിക്കൂർ വേണം. 491 എന്റെ ശരിക്കും പറഞ്ഞ 491 എന്ന് പറയുന്നത് അതിൽ പണ്ടത്തെ 489 ആണ്. അതിനെയാണ് ഇപ്പോൾ 491 ആക്കിയത്. ഫാമിലി സ്പോൺസേഡ് വിസ ഉണ്ട്, ഫാമിലി സ്പോൺസേഡ് മൈഗ്രേഷനും ഉണ്ട്, സ്റ്റേറ്റ് സ്പോൺസേഡ് മൈഗ്രേഷൻ. ഏത് വേണമെങ്കിലും അത് ഫാമിലി സ്പോൺസേഡ് ആണെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് അവിടെ ഉണ്ടാവും. നൗ താങ്ക് യു ഫോർ ഇനി ക്വസ്റ്റ്യൻ സെക്ഷന്റെ ഒരു നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, താങ്ക് യു. There are first questions from Regis Jose, who has commented that your session is really wonderful. The question is, could you explain the procedure to apply for 491 family sponsored visa? So no, there is no special procedure for 491 sponsored family visa. So 491 ആയാലും 190 ആയാലും 189 ആയാലും ഇമിഗ്രേഷൻ ആണ് എല്ലാം ഒരേ പ്രൊസീജിയർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-8 സ്റ്റേജ് ഉണ്ട്. ആ 5-8 സ്റ്റേജ് ആയിട്ട് തന്നെയാണ് ഈ 491 കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്തതിന് പകരം ഫാമിലി സ്പോൺസർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരിക്കണം. അവർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യും 491 വിസയിൽ. പിന്നെ ഈ മറ്റ് സാധാരണ 189 190 വിസയൊക്കെ ഉണ്ട്. ആ 190 189 ഇല്ലാത്ത ഒക്യുപ്പേഷനും ചിലപ്പോൾ 491 ഉണ്ടാകും. ഫാമിലി സ്പോൺസേഡ് ആകും. അപ്പൊ 491 മാത്രമായിട്ട് ഒരു പ്രൊസീജിയർ ഇല്ല. ഇമിഗ്രേഷന്റെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ബേസിക് ക്രൈറ്റീരിയ എല്ലാം 491 ബാധകം. ഇമിഗ്രേഷൻ തന്നെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമിഗ്രേഷൻ. നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നത് 190 189 491 ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അതിനെല്ലാം ഈ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഇത്. Okay, thank you, sir. Next question is, are there any scope for a language and skills training in foreign countries? Which language? For a language in the are there any scopes for a language and skills training in foreign countries? Yeah, trainer. They mean trainer. Okay, there is scope. No, there is scope. You must be a vocational trainer, not for a language trainer. Vocational trainer, vocational instructor. You know, vocational instructor means എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന ട്രെയിനർ. ഇപ്പൊ ITയിൽ, പോളിടെക്നിക്കില്, കോളേജില് മെക്കാനിക്കൽ സെക്ഷന്, എഞ്ചിനീയറിംഗ് സെക്ഷനിലൊക്കെ പഠിപ്പിക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സിനും ചാൻസ്. അല്ലാതെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർക്കോ ഒരു ഹിന്ദി ലാംഗ്വേജ് ട്രെയിനർക്കോ അവർക്കൊന്നും ചാൻസ്, അതൊന്നും ലിസ്റ്റില്ല. Okay, sir. The next question is, where can we apply for PR? Is there any direct website or should we apply through consultants? So we can apply for PR. We can apply for PR through consultants and through by yourself. You yourself itself. You can approach a consultant also, and you can apply by yourself itself. You can by looking the website and all details. Thank you, sir, for spending your valuable time and for your wonderful session. You have clearly explained all the factors related to permanent residence regarding age, how to crack IELTS, qualifications required, occupations, and so on. Hope our participants will surely be benefited by this session. Once again, thank you, sir, and thanks to all participants. Stay home and stay safe. Have a good day.